ഹലോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഷോ പീസാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ കുറച്ച് പരന്നിട്ടുള്ള ബോട്ടിലുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അതായത് പെർഫ്യൂമിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടാവില്ലേ, ചെറുതും പക്ഷെ കുറച്ച് പരന്നിട്ടും, അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനായിട്ട് ഞാൻ അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതേപോലെ ഇങ്ങനെ മടക്കി കൈവച്ച് ഇങ്ങനെ ചുരുട്ടി എടുക്കുകയാണ് കേട്ടോ. ഇതിന് പകരം നമുക്ക് പേപ്പർ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ, അത് യൂസ് ചെയ്തും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ ഇതിനിങ്ങനെ സൈഡിൽ ഞാൻ ആദ്യം വച്ച് നോക്കുകയാണ്, നമുക്ക് എത്രത്തോളം വേണം, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് വച്ച് നോക്കുകയാണ്. കൂടുതലായിട്ടുള്ളത് ഞാനിങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. അലുമിനിയം ഫോയിലാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്കൊക്കെ ആക്കിയെടുക്കാൻ കുറച്ച് ഈസിയാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ മറ്റേ സൈഡിലും ഒരെണ്ണം കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ലേഡീനെയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ കഴുത്തും അപ്പർ ബോഡിയും ആണ് നമ്മളിത് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ആകൃതിയിലാണ് നമ്മളിത് ശരിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് തല വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ റൗണ്ടായിട്ട് അങ്ങനെ ഉരുട്ടിയിട്ടല്ല വെക്കണത്, ചെറുതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണ ആ ഒരു പെൺകുട്ടിയുടെ താടിയുടെ ഭാഗം കുറച്ചിങ്ങനെ ഉയർത്തിയിട്ട് മേലേക്ക് നോക്കില്ലേ, അതേപോലെയുള്ള ഒരു ഫേസാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോഴും ഏകദേശം ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ വേണം ഈ അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട്. ഇനി ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മാസ്കിംഗ് ടേപ്പ് ഇല്ലെങ്കിൽ സാധാരണ പേപ്പർ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ കഴുത്തിൻ്റെ ഭാഗത്ത് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തലയും ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ്. മാസ്കിംഗ് ടേപ്പ് ആണെങ്കിൽ പിന്നെ ഈസിയാണ്, ഗ്ലൂവിൻ്റെ വേറെ ആവശ്യമൊന്നുമില്ല. അത് വെച്ച് അങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഫുള്ളായിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, താടിയുടെ ഭാഗം കുറച്ചിങ്ങനെ ഉയർന്നിട്ട് ആണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്ലേ ആണ്. എയർ ഡ്രൈ ക്ലേ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്ലേ ആണ്. നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഫേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ശരിയായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എയർ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ടാൽക്കം പൗഡർ ടേബിളിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മുടെ ക്ലേ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ, ചപ്പാത്തി പരത്തുന്ന ആ കോല് വെച്ചിട്ട് പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ ഞാനിവിടെ ഒരു മാർക്കർ വെച്ചിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഇതിൽ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ ക്ലേ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം തന്നെ ആ കഴുത്തിലും ബോഡിയുടെ ഭാഗത്തൊക്കെ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇത് ഒട്ടിയിരുന്നോളും. ആദ്യം തന്നെ നമ്മളിതിൻ്റെ ആ ഒരു സ്ട്രക്ചർ റെഡിയാക്കി എടുത്തിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് അധികം ക്ലേ ആവശ്യമില്ല. ഒരു തിന്നായിട്ടുള്ള ലെയർ ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. നമുക്ക് നേരത്തെ അലുമിനിയം ഫോയിലൊക്കെ യൂസ് ചെയ്തതിന് പകരം ഡയറക്റ്റ് ക്ലേ വെച്ചിട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലേ ആവശ്യമായിട്ട് വരും. ഇതാവുമ്പോൾ നമുക്ക് അധികം ക്ലേയുടെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഷേപ്പൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനി കഴുത്തിൻ്റെ ഭാഗത്തും ക്ലേ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് നന്നായിട്ട് നല്ല ലെവൽ ചെയ്ത് നമ്മൾ എടുക്കുക കേട്ടോ. നമ്മളൊരു ഗേളിനെയാണ് ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റുള്ള ഭാഗത്തേക്ക് സൈഡിലേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തലയുടെ ഭാഗത്തും നമ്മൾ ക്ലേ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതേപോലെ ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്ലേയുടെ മേലെ ക്ലേ വെക്കായാലും നമ്മൾ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് വേണം ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഇനി കൈ വെച്ച് നന്നായിട്ട് ഇതിനെങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് താടി ഉയർത്തിയിട്ട് മേലേക്ക് ഫേസ് ചെയ്യണ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നേരെ നോക്കണ പോലെയാണെന്നുണ്ടെങ്കിൽ പിന്നെ റൗണ്ടായിട്ട് അങ്ങനെ ഫേസ് വെച്ചാൽ മതി. ഞാനിത് താടി കുറച്ച് ഉയർന്നിട്ടുള്ള ആ ഒരു രീതിയിലാണിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഫേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് സ്ഥാനമൊക്കെ ഒന്ന് ഏകദേശം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ ആ ഭാഗം, വായയുടെ ഭാഗം എവിടെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കണ്ണ്, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ അടുത്ത കണ്ണിൻ്റെ ആ ഒരു സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ രണ്ട് ഭാഗങ്ങളും ഒന്ന് വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്തൊന്ന് കുഴിച്ച് എടുക്കുകയാണ് കേട്ടോ. കണ്ണിൻ്റെ ഭാഗം കുറച്ചൊന്ന് താഴ്ന്നിരിക്കേണ്ട അതിന് വേണ്ടിയിട്ട്. മൂക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ ഇങ്ങനെ ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ പിന്നെ ടൂൾസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ പെയിൻറ്റ് ചെയ്യണ ബ്രഷിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെ സൈഡിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നത്. ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിവിടെ ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ചെയ്യണ ബ്രഷിൻ്റെ ബാക്ക് സൈഡും അതേപോലെ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കത്തി, അതേപോലെ ഐസ്ക്രീം സ്റ്റിക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ടൂൾസ് ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ഐറ്റംസ് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അങ്ങനെ മൂക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സമയമെടുത്ത് പതുക്കെ പതുക്കെ നമ്മൾ ചെയ്താൽ മതി. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവാണ്ട് നമ്മൾ നോക്കുക. ഡ്രൈ ആവാത്ത അത്രയും സമയം നമുക്ക് ഷേപ്പിൽ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റും. ഇപ്പോൾ മൂക്കൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് കണ്ണിൻ്റെ ഭാഗമൊക്കെ ചിലപ്പോൾ ഉണങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമ്മേ എന്തെങ്കിലും ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്ക് വിരലൊന്ന് നനച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളമാക്കരുത്, അപ്പോൾ ക്ലേ ആകെ കുഴഞ്ഞു പോകും, നമുക്ക് പിന്നെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ടൊരു നനവ് നമ്മളാക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് പതുക്കെ പതുക്കെ കണ്ണും മൂക്കൊക്കെ റെഡിയാക്കി എടുക്കാം. 2, 3, 4 മണിക്കൂർ എടുത്ത് നമുക്ക് ചെയ്തെടുക്കാം. പതുക്കെ പതുക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ 2 കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെറ്റിയുടെ ഭാഗം കുറച്ചും കൂടി ഉയർന്നിരിക്കണമെന്ന് തോന്നിയ കാരണം കൊണ്ട് അവിടെ ഞാൻ കുറച്ച് ക്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഷേപ്പ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അത് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ക്ലേ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും അതിൻ്റെ ചുറ്റുമുള്ള ഭാഗം നമ്മളൊന്ന് പ്രസ് ചെയ്ത് അതുമായിട്ട് ചുറ്റുമുള്ള ഭാഗമായിട്ട് ഇങ്ങനെ യോജിച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. ഇനി ആ നെറ്റിയും മൂക്കും കൂടി ചേർന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ കുറച്ചും കൂടി ഒരു ഹൈറ്റ് വേണമെന്ന് തോന്നിയ കാരണം അവിടെ ഇത്തിരി ക്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് പുരികം വെച്ച് കൊടുക്കണം. അതിനായിട്ട് പുരികത്തിൻ്റെ സ്ഥാനത്തായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്ത് കുറച്ച് ക്ലേ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ പുരികത്തിൻ്റെ സ്ഥാനത്ത് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെയും മേലെയും ഞാനിങ്ങനെ ഈ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. ആ പുരികത്തിൻ്റെ ആ ഭാഗം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു നെറ്റിയുടെ ഭാഗത്ത് ഇത്തിരി ഹൈറ്റ് വേണമെന്ന് തോന്നിയ കാരണം കുറച്ച് ക്ലേയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ ടൈമിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ അത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ണ് അടച്ചു വെച്ച പോലെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വായ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് കുറച്ച് ക്ലേ ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തിട്ട് ഇതേപോലെ മേൽഭാഗത്ത് ചുണ്ടിന് വേണ്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനേക്കാട്ടിലും കുറച്ച് ചെറുത് താഴ്ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുറ്റുള്ള ഭാഗമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ബാംബൂ സ്റ്റിക്കിൻ്റെ ബാക്ക് സൈഡാണ് എടുത്തിട്ടുള്ളത്. പെയിൻറ്റ് ചെയ്യണ ബ്രഷിനെക്കാട്ടിലും കുറച്ച് ചെറുതാണ് ഇത്, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും പ്രസ് ചെയ്ത് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടൂൾസ് ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലിപ്സൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ടൂൾസ് ഇല്ലാത്ത കാരണം കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് സമയം എടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക്, നമ്മുടെ മനസ്സിൽ കാണുന്ന ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ഇനി മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഭാഗത്ത് കുറച്ച് ക്ലേ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഭാഗം കുറച്ചൊന്ന് ഉയർന്നിട്ടല്ലേ ഇരിക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ചുറ്റും ഇങ്ങനെ ഉള്ള ഭാഗത്തേക്ക് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചുണ്ടിൻ്റെ താഴെയായിട്ട് ഞാൻ ഗ്ലൂ ആക്കി കൊടുത്ത് കുറച്ച് ക്ലേ ഒരു സൈഡിൽ, അതേപോലെ കുറച്ച് മറ്റേ സൈഡിലും, പിന്നെ നടുക്കിലായിട്ട് താടിയുടെ ഭാഗത്ത് കുറച്ച് ക്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂന്നും ഇങ്ങനെ ചുറ്റുള്ള ഭാഗത്തേക്ക് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പോലെ, എനിക്ക് തോന്നുന്ന പോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരണത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത്രയ്ക്കൊന്നും ശരിയായിട്ട് വരില്ല, പക്ഷേ പിന്നെയും ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാത്തിനും കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹമാണ്. അതുണ്ടെന്ന് വെച്ചാൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാനിവിടെ ലിപ്സ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ബാംബൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ മേലെയും താഴെയുള്ള ചുണ്ടിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ എന്താ പറയുക പ്രസ് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. ആ ഒരു ഷേപ്പിലേക്ക് ഇപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താടിയുടെ താഴെയായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇതിന് കവിള് കുറച്ചും കൂടി വേണമെന്ന്. അതുകൊണ്ട് 2 സൈഡിലും കവിളിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ക്ലേ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റുള്ള ഭാഗത്തേക്ക് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് മുടി വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ തലയുടെ ആ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് ഗ്ലൂ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്ലേ ഇങ്ങനെ കൈ വെച്ചിട്ട് ഉരുട്ടിയിട്ട് തിരി പോലെ ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് എത്ര നീളം വേണം എന്നുള്ളതനുസരിച്ചിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ട പോലെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ വെച്ച് ഒട്ടിക്കുക. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒട്ടിക്കുക. ചെവി ഞാൻ വെച്ച് കൊടുക്കണില്ല, കാരണം മുടി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഇട്ടേക്കാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ഇത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ തലയിൽ വെക്കാനായിട്ട് ഒരു പൂവ് റെഡിയാക്കി എടുക്കാം. ക്ലേ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്, തിന്നായിട്ട് പരത്തി എടുത്തേക്കാണ്. എന്നിട്ട് ഒരു സ്കെച്ച് പെന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് 7 എണ്ണം റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഓരോ റൗണ്ടും കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ 4 എണ്ണം ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരെണ്ണം മേലെ, ഒരെണ്ണം താഴെ, പിന്നെ 2 സൈഡിലായിട്ട്. അങ്ങനെ 4 എണ്ണം ഞാൻ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള 3 എണ്ണം ഇതിൻ്റെ ആ ഗ്യാപ്പുള്ള ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തം 7 എണ്ണം നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ 4 എണ്ണം ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുള്ളടത്ത് നമ്മൾ ബാക്കിയുള്ളതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാ ഇതളുകളും ഒന്നും ഇങ്ങനെ അടർത്തി റെഡിയാക്കി എടുക്കുക. ഇതിൻ്റെ നടുക്കിലായിട്ട് ക്ലേ ഒന്ന് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പൂ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങണം. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഉണങ്ങിയിട്ട് കാര്യമില്ല, ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചു. ഇത് നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യണത്. സ്കിൻ കളർ പെയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരല്പം ബ്രൗൺ കളർ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കളർ ലൈറ്റ് ഡാർക്കൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം ബ്രൗൺ മിക്സ് ചെയ്യണം എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ. കൂടുതൽ ബ്രൗൺ മിക്സ് ചെയ്താൽ കുറച്ചും കൂടി ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ ഇതിന് ഷെയ്ഡ് മാറ്റം വരുത്താം, സ്കിൻ കളർ. അങ്ങനെ ഞാനിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രസ്സിന് വേണ്ടിയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാനിവിടെ റെഡ് കളർ പെയിൻ്റാണ് ചെയ്യണത്. ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സ് പോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ട് ബാക്ക് സൈഡിലും പെയിൻറ്റ് ചെയ്ത് എടുക്കാം. ഇതേപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്ലാക്കോ ഡാർക്ക് ബ്രൗണോ എങ്ങനെ വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുത്തതിന് ശേഷം അതിൽ ബ്രൗൺ കളറും അതേപോലെ ഗോൾഡൻ കളറൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തലയിൽ വെച്ചിട്ടുള്ള പൂവുണ്ടല്ലോ, അതിന് ഞാൻ റെഡ് കളർ പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. ഡ്രസ്സിൻ്റെ മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് വൈറ്റ് കളർ പെയിൻ്റ് ആക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്കിലായിട്ടുള്ള ആ ഭാഗത്ത് യെല്ലോ കളറും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രസ്സിൽ ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ച് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അങ്ങനെ അതും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് കണ്ണും പുരുകൊക്കെ വരച്ച് കൊടുക്കാം. അപ്പം ഞാൻ കണ്ണിൽ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടില്ലേ കണ്ണടച്ച പോലെ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലാക്ക് കളർ പെയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പുരുകം ഇതേപോലെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പുരുകം ഇതേപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം 2 കവിളിൽ ഞാൻ റെഡ് കളർ പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, ബ്ലഷ് ഇട്ട പോലെ. അതിൻ്റെ മേലെയായിട്ട് കുറച്ചൊരു ഗോൾഡൻ കളർ ഷെയ്ഡ് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. അതേപോലെ കണ്ണിൻ്റെ മേലെയും റെഡ് കളർ ആക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഗോൾഡൻ കളറും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റെഡിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കുറഞ്ഞ് കിട്ടും, ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ട് നമുക്കത് കിട്ടും. ഇനി ലിപ്സിൽ റെഡ് കളർ ലിപ്സ്റ്റിക്ക് പോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെയിൻ്റ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തതെന്ന് പറയുമ്പോൾ അതൊരു രസമല്ലേ. നമ്മുടെ വീട്ടിൽ ഷോപ്പീസായിട്ട് വെക്കാനും നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് പറയാം, വീഡിയോസ് കണ്ടുവെക്കാനായിട്ട് പറയാം. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നോട്ടിഫിക്കേഷൻ വല്ലതും മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.